ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നതേ ഇപ്പൊ എന്നോട് രണ്ടു മൂന്ന് പേര് എന്നോട് ചോദിച്ചു, ഈ ആദ്യമേ നമുക്കൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഇപ്പൊ ഞാൻ തുടങ്ങിയ കാരണം എന്റെ ഫ്രണ്ട്സിനൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ചമ്മലാണ്. നമുക്ക് ആദ്യമേ ഒരു ചമ്മലാണല്ലോ, പക്ഷെ ചമ്മലിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ എന്ത് ചെയ്യണം. നമുക്കിപ്പോ ഈ യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിൽ ഏത് ഫേസ്ബുക്കിലാണെങ്കിലും ഒരു ചാനൽ തുടങ്ങി അത് വീഡിയോസ് ഒക്കെ ഇടാൻ ആഗ്രഹമാണെങ്കിൽ അങ്ങ് തുടങ്ങിയേക്കണം. ആരോട് ചോദിക്കാനും എടുക്കാനും ഒന്നും നിൽക്കണ്ട. അങ്ങനെ ആണെങ്കിൽ നമുക്ക് അതിനേ നേരം കാണത്തുള്ളൂ. നമ്മുടെ ആഗ്രഹം നടക്കാനും പോകുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ അറിയാവുന്ന പോലെ ചെയ്താൽ മതി. എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ലെങ്കിൽ ഞാനൊന്നും അറിയാതാണ് ചെയ്തത്. നമ്മൾ പലയിടത്തും നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോൾ നോക്കാം അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറി സെർച്ച് നടത്തി നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ഇഷ്ടമുള്ളവരെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർ ഏതെങ്കിലും ഒരു ചാനൽ തുടങ്ങുക. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ തുടങ്ങിയിട്ട് വീഡിയോസൊക്കെ ചെയ്യുക. ചിലപ്പോൾ കുക്കിങ്ങിലായിരിക്കും, ചിലപ്പോൾ ട്രാവൽ ചെയ്യാനായിരിക്കും. അങ്ങനെ നമ്മുടെ സൗകര്യത്തിനുള്ള നമുക്ക് താല്പര്യമുള്ള ഏത് വീഡിയോസും ഇടാം. നല്ല വീഡിയോ ആണെങ്കിൽ എല്ലാവരും കാണും. ഇപ്പം ഇടുമ്പോഴേ എല്ലാവരും കണ്ട് അത് നമ്മുടെ വീഡിയോ ക്ലിക്കാകണമെന്നൊന്നുമില്ല. നമ്മൾ പയ്യെ പയ്യെ വരുമല്ലോ. ഞാൻ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ ഇപ്പം എടുക്കുന്ന വീഡിയോയും എല്ലാവരും കാണും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത്, ഞാനിപ്പോൾ ഒരു മൈക്ക് വാങ്ങി. അത് എനിക്കും ഹസ്ബൻഡിനൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ആവശ്യം വന്ന കാരണം വാങ്ങിച്ച, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും മൈക്ക് വാങ്ങത്തില്ല. പിന്നെ എല്ലാവരുടെയും ഒരു സംശയം, 2-3 പേര് ചോദിച്ചു ഈ ഒരു വീഡിയോ തുടങ്ങാനായിട്ട്, ഇല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നമുക്ക് ഒരു മൈക്കിൻ്റെ ഒക്കെ ഒരു ആവശ്യം ഉണ്ടോയെന്ന്. മൈക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ആവശ്യമാണ്. കാരണം നല്ല ഒരു ക്ലാരിറ്റിയോടെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഒന്നുമില്ലാതാണ്, എൻ്റെ ഫോൺ മാത്രം. എല്ലാവരുടെയും കയ്യിൽ ഫോൺ കാണുമല്ലോ, അതുപോലെ എൻ്റെ കയ്യിൽ ഫോൺ. ആ ഫോണിൻ്റെ അകത്താണ് വീഡിയോ എടുത്തതും ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ അകത്ത് ഇട്ടതും. അല്ലാതെ മൈക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഹസ്ബൻഡിനോട് ആവശ്യം വന്ന കാരണം ഒരു മൈക്ക് വാങ്ങിയതാണ്. അപ്പോൾ ആ മൈക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പിന്നീട് വാങ്ങിക്കോ. ഇനി മൈക്ക് വാങ്ങാനിരിക്കുന്നവർക്കാണെങ്കിലും വാങ്ങിക്കാം. ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് മൈക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ മൈക്കാണിത്. ഹോളിലാൻഡിൻ്റെ ലാങ് M2 എന്ന് പറയുന്ന ഒരു മൈക്കാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നമുക്ക് അകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണാം. ഇതാണ് മൈക്കിരിക്കുന്ന കേസ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തിരിഞ്ഞു പോയി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ മൈക്ക്. ഈ 2 എണ്ണമാണ് മൈക്ക്. പിന്നെ ഇത് നമ്മുടെ ക്യാമറയിലൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവം. ഇത് ക്യാമറയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ മൈക്ക്. ഇതാണ് മൈക്ക്. ഇത് ബ്ലൂ ലൈറ്റ് കത്തിയേക്കുന്നത് കണ്ടോ? അത് എന്ന് പറഞ്ഞാൽ ഇത് കണക്റ്റ് ആയിട്ടില്ല എന്നുള്ള ഒരു സിമ്പിളാണ്. അപ്പം നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് കാണാം. മാനുവലൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ മാനുവലിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതേണ്ടേ ഇങ്ങനെ ഒരു പൗച്ചാണ് വരുന്നത്. ഉള്ളിലാണ്ടെന്നൊക്കെ എഴുതിയൊരു ഇതാണ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ മൈക്ക് സെറ്റ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലത്തെ 2 ക്ലിപ്പ് വരുന്നുണ്ട്. ഇതുണ്ടോ? ഇങ്ങനെ 2 ക്ലിപ്പ്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കയറ്റി വെച്ചിട്ട് നമ്മുടെ മൈക്കെടുത്ത് ഇതിലോട്ട് പ്രസ് ചെയ്ത് വെക്കുന്നു. കണ്ടോ? അത് അവിടെ ഇരുന്നോളും, പോകത്തൊന്നുമില്ല. നിങ്ങൾ ടി വിക്കകത്തും പല യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കയ്യിലിരിക്കുന്ന കണ്ടിട്ട് കാണും. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടോ? ഇങ്ങനെ ഇരുന്നോളും, പോകത്തില്ല. പിന്നെ നമുക്ക് പരിചയപ്പെടാനുള്ളത് അതേ ക്ലിപ്പ് ചെയ്യാണ്ടാത്തവർക്ക് മാഗ്നറ്റ് ഉണ്ട്. അതിൻ്റെ 2 എണ്ണം ഉണ്ട്. അത് ഇതുപോലെ കയറ്റി വെച്ച്
ഇതാ മൈക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ അതും അവിടെ ഇരുന്നോളും. എന്താ ഇനി ഇതിനും പകരമായിട്ട് നമുക്ക് ഇതാ ഇങ്ങനെയുണ്ട് ഒരു സംഭവം. ഇത് കണ്ടോ, ഇത് കഴുത്തേലോട്ട് തൂക്കിയിട്ടാൽ മതി. എന്നിട്ട് മൈക്ക് ഇതിലോട്ട് പ്രസ് ചെയ്ത് വെക്കാം. അതും ഇങ്ങനെ കിടന്നോളും. ക്ലിപ്പ് ചെയ്യേണ്ടാത്തവർക്ക് ഇതുപോലെ കഴുത്തേലോട്ട് ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ ഈ മൈക്കിൻ്റെ 2 റിസീവർ ഉണ്ട്. ഒന്ന് ഐഫോണിൽ കുത്താൻ, ഒന്ന് താണ്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലത്ത് ഇതിൻ്റെ അകത്ത് മൈക്ക് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാനായിട്ടുള്ള ഇത് അതിൻ്റെ 2 ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കേബിൾ വരുന്നുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് കുത്താനൊക്കെയുള്ള. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ ഇപ്പോൾ ഈ പിന്നെ പറയാനായിട്ടുള്ളത് ഈ ഒരു കേസ് ഉണ്ടല്ലോ, നമ്മുടെ ഇത് ഈ മൈക്ക് 2 മണിക്കൂറൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് ചാർജ് തീരും. ചാർജ് തീർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി, തന്നെ ചാർജ് ആയിക്കോളും. കാരണം ഇത് ഓൾറെഡി ചാർജ് ചെയ്ത് വെക്കുന്നതാണ്. ഇവിടാണ് അതിൻ്റെ പിന്ന് കുത്തുന്നത്. അപ്പം അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു ഉപകാരമാണ്. നമുക്ക് ചാർജ് തീരുമ്പോഴേ എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചാൽ മതി. ഇതൊരു ഈ മൈക്കെന്ന് പറഞ്ഞ ഒരു കോംബോ സീരീസാണേ. അതായത് നമുക്ക് ഒരേ സമയം ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും യൂസ് ചെയ്യാവുന്നത്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനാണ്, നമുക്കിനി മൈക്ക് വെച്ചിട്ട് നമ്മൾ ഫോണിൽ എങ്ങനെ സൗണ്ട് തരാം. നമുക്ക് ഫോണിലോട്ട് കുത്തി നോക്കാം. ഇപ്പം ലൈറ്റ് മാറി ഗ്രീൻ കളറായി. അതിൻ്റെ അർത്ഥം ഇത് കണക്റ്റായി എന്നാണേ. അപ്പോൾ ഇനി ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ മൈക്കിൻ്റെ അകത്ത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഏകദേശം നമ്മുടെ മൈക്കിനെ കുറിച്ച് പറയാൻ. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ളവർ ആദ്യമേ തന്നെ ഈ മൈക്കൊന്നും മേടിക്കണ്ട, നമ്മൾ പയ്യെ പയ്യെ വാങ്ങിച്ചെടുത്താൽ മതി കേട്ടോ. ആദ്യമേ ഒരു ഫോൺ മതി, അതിൽ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.